ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ സ്വന്തം വണ്ടി നിങ്ങൾക്കായി ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഗൈസ്, ഇതാണ് മുരുകപ്പ എന്ന് പറയുന്ന കമ്പനിയുടെ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാഹനമാണ് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആ വണ്ടി കിട്ടുന്നത് അതേ മോഡൽ തന്നെയാണ് കേട്ടോ ഈ വണ്ടി ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് വർക്കുകൾ ചെയ്ത് നല്ല മോഡൽ പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ആണ്. വലിപ്പം കൂടുതലാണ്. ഒരു മൂങ്ങയുടെ ഷേപ്പിലാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഇത് വണ്ടി മോണ്ട്ര വന്നും ഇതിനെ മലയാളത്തിൽ എല്ലാവരും ഇതിനെ മൂങ്ങ വണ്ടി എന്നാണ് കേട്ടോ നമ്മുടെ ഏരിയയിലൊക്കെ വിളിക്കുന്നത്. അപ്പൊ കണ്ടല്ലോ, രണ്ട് ലൈറ്റ്, പിന്നെ ഒരു എംബ്ലം വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഇങ്ങനെ ഒരു രണ്ട് ഷേക്കർ വരുന്നുണ്ട്. രണ്ട് ഷേക്കറാണ് വരുന്നത്. ഇത് കണ്ടല്ലോ. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ സീറ്റും ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. സീറ്റ്, ഹാൻഡില് കണ്ടല്ലോ. ഹാൻഡിലൊക്കെ നമുക്ക് വളരെ സ്പേസ്ഫുള്ളാണ്. അതുകൊണ്ട് ഫുള്ള് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. കാലൊക്കെ നമുക്ക് നീട്ടി വെക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ലിവർ ഇത് നമ്മുടെ ബ്രേക്ക് ലിവറാണ്. അത് ഇങ്ങനെയുള്ളത്. പിന്നെ അതവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, LED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ മീറ്റർ അപ്പുറത്ത് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല സ്പേസാണ് കേട്ടോ. ബാക്ക് കണ്ടല്ലോ, ബാക്ക് നല്ല സ്പേസാണ്. ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ വിശാലമായിട്ട് ഇരിക്കാൻ കഴിയുന്ന സ്പേസാണ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ മോണ്ട്ര ഇലക്ട്രിക് എന്ന് ബോർഡുണ്ട്. പിന്നെ വളരെ നല്ല സ്റ്റൈൽ ലുക്കിലായിട്ടുള്ള LED ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് എല്ലാം ചേർന്ന് വരുന്നത്. ഇത് ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ബാക്ക് നമ്മൾ തുറക്കുകയാണെങ്കിൽ നമ്മുടെ ചാർജറാണ് ഈ കാണുന്നത്. ഇത് ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പെട്ടി ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. എനിക്ക് പറയാൻ പറ്റുന്ന പോരായ്മകളിൽ അതൊന്ന് ഞാനത് ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പെട്ടിയാണ്. പക്ഷേ അതായത് സ്പേസ് കണ്ടല്ലോ, അടിയിൽ മൊത്തത്തിൽ ഈ ഫുൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട്. വണ്ടി ഇതായി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും സ്പേസാണ് ഈ വാഹനത്തിൻ്റെ അകത്തോട്ട് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോവാം. കമ്പനി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതും ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ച ഈ വണ്ടിയുടെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഇതിനെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും നാൾ വരെ വെയിറ്റ് ചെയ്തത് നമ്മൾ വണ്ടി എടുത്ത ഉടനെ ഇടുന്നതിനേക്കാളും നല്ലത് അത് നമ്മൾ ഉപയോഗിച്ച് നോക്കി നമ്മളുടെ അനുഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിൽ എത്തിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വൈകിയത് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൈഡ് മിറർ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം സൈസുള്ള നമുക്ക് ഫുൾ അടിപൊളിയായിട്ട് ബാക്ക് കാണാൻ കഴിയുന്ന സൈഡ് മിറർ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മോഡാണ്. ഇതിൽ 2, 4, 5 മൊത്തം 5 മോഡ് ഇതിൽ കാണിക്കുന്നുണ്ട്. 5 മോഡെന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ന്യൂട്രൽ ഉൾപ്പെടെയാണ് ഞാൻ ഈ 5 മോഡ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വളരെ ചെറിയ രീതിയിൽ വളരെ കുറഞ്ഞ സ്പീഡിൽ പോകുന്ന ഒരു മോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇത് ന്യൂട്രൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എക്കോ മോഡ് എന്ന് നമുക്ക് നോർമൽ പോകാൻ കഴിയുന്ന ഒരു 35-30 മൈൽ സ്പീഡിൽ പോകാൻ കഴിയുന്ന സ്പീഡാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 45-50 ഇടയ്ക്ക് പോകാൻ പറ്റുന്ന ഡ്രൈവ് മോഡാണ്. ഡ്രൈവ് മോഡെന്ന് പറയുമ്പോൾ വളരെ നല്ല പവറുള്ളൊരു മോഡാണ്. പിന്നെ പവർ മോഡ് ഇതിൻ്റെ ഫുൾ വണ്ടിയുടെ ഫുൾ എനർജി കാണിക്കുന്ന ഒരു മോഡാണ് പവർ മോഡ്. അത് മാക്സിമം 55 വരെ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഇപ്പർ സൈഡ് വരികയാണെങ്കിൽ നമ്മളിതിൻ്റെ വണ്ടിയുടെ ഇടത് സൈഡ് വരികയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇവിടെ ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട്. പിന്നെ ഇത് നമ്മുടെ വൈപ്പറുണ്ട്. പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ LED ഡിസ്പ്ലേ ഉണ്ട്. ഇത് കണ്ടല്ലോ, LED ഡിസ്പ്ലേയിൽ ഏകദേശം ഉള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. കിലോമീറ്റർ, പിന്നെ നമ്മുടെ റേഞ്ച്, നമുക്ക് ഓടാനുള്ള റേഞ്ചും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് 100% ചാർജും കാര്യങ്ങളും, അങ്ങനെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നതും ടൈമും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഹാൻഡിൽ വളരെ ലുക്കായിട്ട് അതിൻ്റെ കമ്പനിയുടെ എംബ്ലമൊക്കെ ഫ്രണ്ടിൽ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താക്കോൽ വരുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ. ഇവിടെയാണ് താക്കോൽ വരുന്നത്. പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ്. നിങ്ങൾ ഈ കാണുന്ന ലൈറ്റ് സ്വിച്ചാണ് ഈ കാണുന്നത്. നമ്മുടെ ഡിമ്മും ബ്രൈറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പാർക്കൊക്കെ ഉള്ള സ്വിച്ചാണിത്.
പിന്നെ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിവേഴ്സ് ഇതിപ്പോൾ ഫോർവേഡ് സ്വിച്ചാണ് കിടക്കുന്നത്. ഇതാക്കിയാൽ ഇത് റിവേഴ്സായി കേട്ടോ. റിവേഴ്സ് അവിടെ എഴുതി കാണിക്കും. പിന്നെ ഇത് ലൈറ്റിൻ്റെ നമ്മുടെ ഡിമ്മും ബ്രൈറ്റും മാറുന്നതിനുള്ളതാണ് ഈ സ്വിച്ച്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ, പിന്നെ ഹാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ആക്സിലേറ്റർ, താഴെ ഉള്ളത് ബ്രേക്ക്. ഇത്രയാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൽ നമുക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ മീറ്റർ തന്നിരിക്കുന്നത് കമ്പനി തന്നെയാണ്. കമ്പനി തന്ന മീറ്ററാണ്. ഇത് വളരെ നല്ലൊരു മീറ്ററാണ് കേട്ടോ. കോട്ടയത്തു നിന്നാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ്. ഡോർ ഹാൻഡിലുണ്ടോ? പിന്നെ ഇനി അടുത്ത് പറയുന്നത് എന്താണ്, ഇനി ഇതിൻ്റെ റേഞ്ചാണ് പറയുന്നത്. റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ചുകളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ടൈപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, വളരെ സ്റ്റൈൽ. ഇന്ന് ഞാൻ ഫുള്ള് ഇതിൻ്റെ തകിട് കണ്ടോ, ഇത് കണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ തകിടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, തകിടാണ്, മൊത്തം തകിടാണ്. പിന്നെ അത് കൂടാതെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മുടെ വീൽ 12 സൈസ് വീലാണ്. 12 സൈസ്. അതായത് കണ്ടോ, നമ്മളൊരു കാറിൻ്റെ കറക്റ്റ് ഒരു കാറിൻ്റെ സൈസാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ടയർ. കണ്ടല്ലോ, 12 പിന്നെ അതുകൊണ്ട് തന്നെ അതുകൂടാതെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇതിൻ്റെ സൈഡിലൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലൈറ്റിൻ്റെ ഒരു ഇതിലായി അവരുടെ ആ ഒരു എംബ്ലം വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റൈൽ ലുക്കുണ്ട് കേട്ടോ. വളരെ അടിപൊളി തന്നെയാണ് അത് കാണാൻ. അത് കത്തി നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഫുൾ റീചാർജിൽ 159, 160 വരെ മാക്സിമം അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഡയമെൻഷൻ ഭാരമൊക്കെ പറയുന്ന ലെന്ത് ഒരു 2825 mm ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1350 mm ആണ്. ഹൈറ്റ് വരുന്നത്, ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് ഫുൾ വരുന്നത് 1750 mm ആണ്. വീൽ ബേസ് 2010 mm ആണ് കേട്ടോ. പിന്നെ വീൽ ട്രാക്ക് വരുന്നത് 1220 ആണ്. GVM 791 കിലോഗ്രാം ഉണ്ട്. ഇതിൻ്റെ ഫുൾ വെയ്റ്റാണ് പറയുന്നത് 791 കിലോഗ്രാം. ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വാഹനം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് ഒരു കറണ്ട് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ വാഹനത്തിലുണ്ട്. അത് നമ്മൾ ഈ വാഹനം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇറക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഒരു 25% ആയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ കറണ്ട് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു 10-25% കറണ്ട് നമുക്ക് തിരിച്ച് ലഭിക്കും. എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. ഇതിൻ്റെ മോട്ടോർ ടൈപ്പ് വരുന്നത് PMSM ആണ്. പിന്നെ പീക്ക് പവർ വരുന്നത് 10 kW ആണ് കേട്ടോ. പിന്നെ പീക്ക് ടോർക്കും 60 Nm ആണ്. 60 Nm ആണ് ഇതിൻ്റെ. പിന്നെ മോട്ടോർ വാട്ടർ റെസിസ്റ്റൻസ് ആണ് IP67. കൂട്ടുകാരെ, ഇതിന് സാധാരണ ഇതിൽ കളർ വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റുമായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നെ അതിന് ശേഷം റെഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റെഡ്, ഗ്രീൻ, ബ്ലാക്ക്. ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലാക്കാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ഈ നമുക്ക് ഏത് കളർ വേണോ സെലക്ട് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള വാഹനങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. നീ പറയേണ്ടത് ഒരു യാത്രക്കാരി എന്ന നിലയിൽ നമ്മുടെ അനുഭവമാണ്. ഇത് കണ്ടല്ലോ, ഇനി നമുക്ക് വളരെ വിശാലമായി സാധാ രീതിയിൽ നമുക്ക് കയറി ഇരുന്ന് പോകാൻ കഴിയുന്ന ഒരു വാഹനം. യാത്രാസുഖം എന്ന് പറയുന്നത് നമുക്ക് കാലൊക്കെ നീട്ടി വെച്ച് വിശാലമായിട്ടിരിക്കാം. അതാണ് ഒന്നാമത്തത്. പിന്നെ നമുക്ക് സൈലൻ്റ് ആണ്. വണ്ടിയിലെ കടപട ശബ്ദമോ ഒന്നുമില്ല. നല്ല സൈലൻ്റ് ആയിട്ടിരിക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ വണ്ടി ഇരിക്കുന്ന ആൾക്ക് ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല. ഒന്ന് കോൾ ചെയ്യുന്നതിനോ യാതൊരുവിധ ശല്യമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പിന്നെ നമുക്ക് കിടന്നൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. മറ്റ് വണ്ടികളുടെ കണക്ക് ഭയങ്കര ശബ്ദമൊന്നുമില്ല. മീനുക്കുട്ടി മിക്കവാറും നമ്മുടെ വണ്ടി വന്നതിന് ശേഷം മിക്കവാറും വണ്ടിക്ക് സുഖമായിട്ട് ഉറക്കമാണ് കേട്ടോ. അതാണ് നമുക്ക് യാത്രയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് വീട്ടിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ കൂടുതൽ ലൈവൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മറ്റേ വണ്ടിയാണെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും. പക്ഷേ ഈ വണ്ടി ലൈവൊക്കെ എടുക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് കേൾക്കാൻ പറ്റും എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂട്ടുകാരെ, പിന്നെ ഞങ്ങൾക്കൊരു പോരായ്മയായി തോന്നി എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചാർജർ നമുക്ക് സേഫായി വെക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇതിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു പോരായ്മ തന്നെയാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വാഹനം ഒതുക്കിയതിന് ശേഷം നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി വെച്ചിട്ട് പോകുന്നത് ചാർജറൊക്കെ നല്ല വിലയുള്ളതാണ്. 30,000 രൂപ അടുപ്പിച്ചൊക്കെ വിലയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വാഹനത്തിൽ സ്വന്തമായ ഒരു സ്റ്റാൻഡ് അടിച്ചു വെച്ചത്, ഒരു പെട്ടി അടിച്ചു വെച്ചത് കേട്ടോ.
നമ്മുടെ ഈ വാഹനം എനിക്ക് സാധാരണ രീതിയിൽ ഓടി കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചാർജിട്ട് ഞാൻ ലോങ് പോയിട്ട് എനിക്ക് 173 കിലോമീറ്റർ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇവിടെ ഓടുകയാണെങ്കിൽ സാധാ രീതിയിൽ ഷട്ടിൽ പോലെ ഓടി നിൽക്കുകയാണെങ്കിൽ ഒരു 150 വരെ മാക്സിമം 150 വരെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒറ്റ ചാർജിൽ ഏകദേശം 3.5 വീട്ടിലാണെങ്കിൽ 4 മണിക്കൂറോളം ചാർജ് ടൈം എടുക്കും. നമ്മുടെ പവർ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഒരു 3.5 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മളെ വണ്ടി ചാർജ് ഫുള്ളാവാറുണ്ട്. നമ്മുടെ ഒരു സാമ്പത്തിക ലാഭം പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ ഇതിൽ ഡീസൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം 550 രൂപ 600 രൂപ വരെ ഡീസൽ അടിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അതേ ഓട്ടം തന്നെയാണ് ഞാൻ ഓടുന്നത്. അത് അങ്ങനെ ഓടുമ്പോഴത്തേക്ക് എനിക്കിപ്പോഴാകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വീട്ടിൽ നിന്നും ചെയ്തിട്ട് പോകുന്ന ഒരു ചാർജോ പിന്നെ മാക്സിമം പോയാൽ ഒരു 50 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു 40 രൂപ 50 രൂപ ആ റേഞ്ചിൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 150 രൂപയ്ക്കകത്തേ നമുക്ക് ഫുൾ ഒരു ദിവസത്തെ ചിലവിന് നമ്മൾ ഈ വാഹനത്തിലാവുന്നുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ലാഭമാണ്. ഈ വാഹനത്തിന് ബാറ്ററി വാറണ്ടി പറഞ്ഞിരിക്കുന്നത് 5 വർഷമാണ്, അല്ലെങ്കിൽ 1,75,000 കിലോമീറ്ററാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഇപ്പോഴാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും, 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ കഴിയും. അത് അഡീഷണൽ ക്യാഷ് അടയ്ക്കേണ്ടി വരും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കമ്പനിയിൽ തന്നെ തിരക്കേണ്ടി വരും കേട്ടോ. ചാർജറിന് വാറണ്ടി വരുന്നത് 3 കൊല്ലമാണ് കേട്ടോ. പിന്നെ 1 വർഷത്തേക്ക് നമ്മുടെ റോഡ് അസിസ്റ്റൻസ് വർക്കും കാര്യങ്ങളെല്ലാം അവർ വന്ന് ചെയ്യുന്നതെല്ലാം ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പെയ്ഡബിളാണ്. ഇതിൽ പിന്നെ നമ്മൾ ഡ്രൈവേഴ്സിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻജിൻ ഓയിൽ മാറക്കം അങ്ങനെയുള്ളതൊന്നും ഇതിനാവശ്യമില്ല. ആകെ ചെയ്യുന്ന ഹൗസിംഗ് ഓയിലും ബ്രേക്ക് അത് 2 മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ക്ലച്ച് അങ്ങനെയുള്ളതൊന്നും ഇതിൽ വരുന്നില്ല. ഗിയർ ബോക്സിൻ്റെ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തെങ്കിലും ഇത് വന്നാലും മോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമേ വരത്തുള്ളൂ. അതെല്ലാം കമ്പനിപരമായിട്ട് 5 വർഷത്തേക്ക് അവർ തന്നെ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. സാറിൻ്റെ മോട്ടോർ വർക്കെല്ലാം അവർ തന്നെയാണ് ചെയ്തു തരുന്നത്. കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ ഈ വാഹനവുമായി പൊന്മുടിയിൽ പോയിരുന്നു കേട്ടോ. പൊന്മുടിയിൽ പോയപ്പോഴത്തേക്കുണ്ടായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഏകദേശം പൊന്മുടി 22-ാം വളവ് മേലിൽ കയറിയതിന് ശേഷം നമ്മൾ താഴെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 15, 16, 20 കിലോമീറ്ററിനകത്ത് നമുക്ക് തിരിച്ച് റീജനറേറ്റ് ചെയ്യുകയുണ്ടായി. അതൊക്കെ നമ്മളൊരു അനുഭവമാണ്. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വാഹനത്തെ കാണുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരണമല്ലോ. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ വില വരുന്നത് 4,10,000 രൂപയാണ്. ഞങ്ങളുടെ അടുത്ത സമയത്ത് 4,14,000 രൂപയായിരുന്നു. ഞങ്ങൾക്കൊരു 34,000 സബ്സിഡി കിട്ടി. അത് അങ്ങനെ 3,80,000 ഞങ്ങൾക്ക് ലോൺ ചെയ്തത്. പക്ഷേ ഇപ്പോൾ സബ്സിഡി അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയത്തില്ല. വാഹനം സബ്സിഡി കാണാൻ ചാൻസ് ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. ഞങ്ങളെന്തായാലും ഈ വാഹനവുമായി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പൊന്മുടി എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പൊന്മുടിയുടെ ടോപ്പിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഈ വാഹനവുമായി. ഞങ്ങൾക്ക് ഈ വാഹനം ആദ്യമായി പരിചയപ്പെടുത്തിയത് വേണാട് എന്ന് പറയുന്ന ഡീലറാണ് കേട്ടോ. നമ്മുടെ പാപ്പനംകോട് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഡീലറാണ്. വേണാട് ഡീലർഷിപ്പാണ്. വളരെ നല്ല രീതിയിലുള്ള സർവീസ് സൗകര്യവുമാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും നമ്മൾക്ക് അത് വളരെ നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പക്ക നല്ല രീതിയിൽ നീറ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ നമ്പരും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കൂട്ടുകാരെ, ഞങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ കിലോമീറ്റർ റേഞ്ച് ഇതിന് കൂടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ സിറ്റിയിൽ ഓടുന്ന ആൾക്കാർ ഒറ്റ റീചാർജിൽ 150 ആയിരിക്കത്തില്ല ഓടുന്നത്, അതിൽ കൂടുതലായിരിക്കും ഓടിയെത്തുക. സത്യം പറഞ്ഞാൽ 150 കിലോമീറ്റർ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ നമുക്ക് ഓടാൻ കഴിയത്തില്ല. 20 കിലോമീറ്ററിനകത്ത് റേഞ്ച് നമ്മൾ വീട്ടിലെത്താൻ നമുക്ക് ബാലൻസ് നിർത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 120-130 കിലോമീറ്റർ മാത്രമേ നമുക്ക് പുറത്ത് ഓടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം. ഈ വാഹനത്തിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ സാധാരണ നമുക്ക് റീചാർജ് ചെയ്യാൻ സമയത്ത് എവിടെയെങ്കിലും ഒരു ലോങ് പോയി ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഏകദേശം 3.5-4 മണിക്കൂർ നമ്മൾ അവിടെ കിടന്ന് വേണം ഈ വാഹനം ഫുള്ളാക്കാൻ. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ്. അത് ഓക്കെ, അത് ഇവർ പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കിതിൽ പറയാൻ പറ്റുന്ന ഒരു പോരായ്മ എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മഴ സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഓടിയെത്തിയതിന് ശേഷം നമുക്ക് ചാർജിലിടണമെന്നുണ്ടെങ്കിൽ
ആ ചാർജ് ഇടുന്ന സമയം നമുക്ക് ഇതിൻ്റെ ചാർജറിൻ്റെ ആ പ്ലഗ് നമ്മൾ അതിൽ കൊണ്ട് കുത്താമെന്ന്, അതിൻ്റെ 3 പിൻ പ്ലഗിൽ കുത്താമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മഴയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ചെയ്താൽ ചാർജർ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കട്ട് ഓഫോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആവും. അതൊരിക്കലും ഒരാൾ കമ്പനി തന്നെ ഒരാൾ പറഞ്ഞാൽ അത് നനയാൻ പാടില്ല, ചാർജർ നനയാൻ പാടില്ല, ചാർജറിൻ്റെ 3 പിൻ പ്ലഗിൻ്റെ അവിടുത്തെ ഒരു ബോക്സ് ഉണ്ട്, അത് നനയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം അകത്താക്കി ഫിക്സ് ചെയ്യാൻ കഴിയണം. ചാർജർ വാഹനത്തിൽ തന്നെ ഫിക്സ് ചെയ്യുകയും നമ്മുടെ കാറിലൊക്കെ ചെയ്യും കണക്ക് പ്ലഗ് മാത്രം കേബിൾ മാത്രം പുറത്ത് പോവുകയാണെങ്കിൽ അത് അത്ര വിഷയമാവത്തില്ല. അപ്പോൾ അതൊക്കെ കമ്പനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കൂട്ടുകാരെ, ഈ പറയുന്നതെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബെയറിംഗ് സിസ്റ്റം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് ഇപ്പം മാറ്റിയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ ബേക്ക് ചെറിയൊരു വിഷയമുണ്ടായിരുന്നു, അതും ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ മോണ്ട്ര വളരെ സൂപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ അവർ മാറ്റങ്ങളെല്ലാം വരുത്തി കൊണ്ടുവരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഇതുവരെ ഉള്ള രീതിയിൽ നമ്മൾ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡാണ്. എന്നാലും ഞാൻ സാധാ രീതിയിൽ ഒരു തേരിയോ ഒരു മലയോ കുന്നോ എവിടെ വേണമെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ EV മോണ്ട്ര സൂപ്പർ. ഇന്നത്തെ താരം അപ്പം നമ്മുടെ മോണ്ട്ര ഓട്ടോയായിരുന്നു. അപ്പം മോണ്ട്ര ഓട്ടോയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസനീയമായിട്ടുണ്ടെങ്കിൽ, അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ വാഹനം ഞാൻ ഉപയോഗിച്ചത് വെച്ച് എനിക്ക് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാം. വാഹനം എന്തായാലും അടിപൊളി തന്നെയാണ്. ഓക്കെ, സൂപ്പർ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ടാറ്റാ.